ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ആസിയയിലെ 7 സഭകൾക്കുള്ള ദൂതാണ് നമ്മുടെ പഠനത്തിനും ധ്യാനത്തിനുമായി ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൽ 3-ാം അധ്യായത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് 7 സഭകൾക്കുള്ള ദൂതാണ്. 7 സഭകൾ, ഏഷ്യ മൈനറിലുള്ള 7 സഭകൾക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നൽകുന്ന ദൂത്. പെർഗമോസിലെ സഭയ്ക്കുള്ള ദൂതിൽ കർത്താവ് ആദ്യം പറയുന്നത് ഞാൻ അറിയുന്നു എന്നാണ്. കർത്താവ് അറിയുന്നു, നീ എവിടെ പാർക്കുന്നു എനിക്കറിയാം, അത് സാത്താൻ സിംഹാസനം ഉള്ളയിടമാണെന്ന് എനിക്കറിയാം, ഞാൻ അറിയുന്നു. പക്ഷേ എനിക്കൊരു കാര്യം നിന്നോട് സന്തോഷത്തോടെ പറയാനുണ്ട്, നീ എൻ്റെ നാമം വഹിക്കൂ. നീ എൻ്റെ നാമം മുറുകെ പിടിച്ചിരിക്കുന്നു. നാമം മുറുകെ പിടിച്ചിരിക്കുന്നു. സാത്താൻ സിംഹാസനം ഇട്ടിരിക്കുന്ന സ്ഥലമാണെങ്കിലും എൻ്റെ നാമം നീ മുറുകെ പിടിച്ചിരിക്കുന്നു. എങ്ങളുടെ വിശ്വാസം നീ നിഷേധിച്ചിട്ടില്ല. എന്നുള്ള വിശ്വാസം നിൻ്റെ ഹൃദയത്തിൽ രൂഢമൂലമായിരിക്കുകയാണ്. എങ്ങളുടെ വിശ്വാസത്തിൽ നീ ദൃഢമായിരിക്കുകയാണ്. എങ്ങളുടെ വിശ്വാസം നീ നിഷേധിച്ചില്ല. നീ എൻ്റെ നാമം മുറുകെ പിടിച്ചിരിക്കുന്നു. സ്തോത്രം. ഏത് സാഹചര്യം വന്നാലും യേശുവിൻ്റെ നാമം നിങ്ങൾ മുറുകെ പിടിക്കുക. യേശുവിനെ നിങ്ങൾ മുറുകെ പിടിക്കുക. നിങ്ങൾക്ക് ഉറപ്പ് വേണം, പ്രിയപ്പെട്ടവരെ, ഉറപ്പ് വേണം. ഏത് കാര്യത്തിൽ പോയാലും യേശു എൻ്റെ കൂടെ ഉണ്ട് എന്ന് ഉറപ്പ് വേണം. യേശു കൂടെ ഉണ്ടായിരിക്കണമെങ്കിൽ എന്നിൽ പാവം വരരുത്. പാവം എന്നിലുണ്ടെങ്കിൽ യേശു കൂടെ ഇല്ല. പാവം വരുമ്പോഴും യേശു കൂടെ ഉണ്ടെന്ന് വിചാരിക്കുന്നത് മൂഢതയാണ്, അത് ഭോഷ്കാണ്. നമ്മുടെ ഹൃദയത്തിൽ പാവമുണ്ടെങ്കിൽ യേശു കൂടെ ഇല്ല, ഉറപ്പാണ്. ഇവിടെ ഇരുട്ടാണെങ്കിൽ എൻ്റെ അർത്ഥം ഇവിടെ വെളിച്ചമില്ലെന്നല്ലേ? ഇവിടെ മുഴുവൻ ഇരുട്ടാണ്. എന്താ അതിൻ്റെ അർത്ഥം? ഇവിടെ വെളിച്ചമില്ല. നമ്മുടെ ഹൃദയത്തിൽ പാവമുണ്ടെങ്കിൽ, ഹൃദയത്തിൽ ഈർഷ്യയുണ്ടെങ്കിൽ, ഹൃദയത്തിൽ മുഷിച്ചിലുണ്ടെങ്കിൽ, ഹൃദയത്തിൽ അസൂയയുണ്ടെങ്കിൽ, ഹൃദയത്തിൽ സ്ഥാനമോഹം ഉണ്ടെങ്കിൽ, ഹൃദയത്തിൽ ഏതെങ്കിലും കാര്യത്തിൽ നൈരാശ്യം ഉണ്ടെങ്കിൽ, ആരോടെങ്കിലും പരിഭവമോ പരാതിയോ ഇഷ്ടക്കുറവോ ഉണ്ടെങ്കിൽ, എങ്കിൽ യേശുവോടെ ഉണ്ടായിരിക്കുകയില്ല. നമുക്കൊരു ഉറപ്പ് വേണം, യേശു എൻ്റെ കൂടെയുണ്ട് എന്ന്, ഉന്നതനോട് കൂടെയുണ്ട് എന്ന്, അത്യുന്നതൻ്റെ കൂടെയുണ്ട് എന്ന്. ദൈവത്തിന് സ്തോത്രം. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിക്കുവാൻ ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും എൻ്റെ ശിഷ്യരാക്കിക്കൊള്ളുവീൻ. നിങ്ങൾ പുറപ്പെടുന്നത് ഒറ്റയ്ക്ക് ഉദ്ദേശത്തിന് വേണ്ടിയാണ്. എന്താണ് കർത്താവ് ശിഷ്യന്മാരുടെ അവസാനം പറഞ്ഞതാണ്? നിങ്ങൾ സകല ജാതികളെയും എൻ്റെ ശിഷ്യരാക്കിക്കൊള്ളുവീൻ. ശിഷ്യന്മാരെ ഉളവാക്കുക, ശിഷ്യന്മാരായി തീരണം. സഹോദരങ്ങളെ, നിങ്ങൾ ഓരോരുത്തരും ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരായി തീരണം. ഡിസൈപ്പിൾസ് ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരായി തീരുക. അത് വലിയ പദവിയാണ്. സ്തോത്രം. ഇന്ന് ലോകത്തിന് മുമ്പിൽ പദവിയല്ല, ലോകത്തിന് മുമ്പിൽ ഒരു പരിഹാസമായിരിക്കും ആളുകൾക്ക്. അവനൊരു ഉപദേശി, പാവം ഒരു ഉപദേശി. ആൾ വിചാരിക്കും ഉപദേശിയെന്നോ അല്ല എന്തെങ്കിലും പറഞ്ഞോട്ടെ, ഏതായാലും ഉപദേശി എന്നല്ലേ പറഞ്ഞുള്ളൂ, വേറൊന്നും പറഞ്ഞില്ലല്ലോ. പണ്ട് കോളേജിലെ പിള്ളേരെ എന്നെ വിളിക്കായിരുന്നു ദൈവമെന്ന്. ദൈവം കുട്ടികൾക്കൊരു രസമായിരുന്നു. ഞാൻ ചുളി പോകുന്ന പാവങ്ങൾ വിചാരിച്ചത്. പക്ഷേ ഞാൻ ഒരു കൂസലും കൂടാതെ ഞാൻ വരാന്തയിൽ കൂടി ഞാൻ എൻ്റെ വേദപുസ്തകമുള്ള ബാഗും പിടിച്ചുകൊണ്ട് ഞാൻ നടന്നു പോകും, സ്റ്റാഫ് റൂമിലേക്ക് പോകും. ഒരു പ്രയാസം ഉണ്ടായിട്ടില്ല. എനിക്ക് അവരോട് സഹതാപമേ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ വേറൊന്നും വിളിച്ചില്ലല്ലോ. ഭാഗ്യം. ഉപദേശി എന്നോ അല്ലെങ്കിൽ സ്തോത്രമെന്നോ ഹാലലിയ എന്നൊക്കെ അല്ലേ വിളിച്ചുള്ളൂ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കാര്യം ഉറപ്പ് വേണം. ആരെല്ലാം എന്തെല്ലാം പറഞ്ഞാലും ശരി, എന്തെല്ലാം ചെയ്താലും ശരി, എന്തെല്ലാം ഉപദ്രവങ്ങൾക്ക് വന്നാലും ശരി, പരിഹാസങ്ങൾ ഏറി വന്നാലും ശരി, നിങ്ങളൊരു കാര്യം ചെയ്യണം. ഈ കർത്താവിൻ്റെ നാമം മുറുകെ പിടിക്കണം, മുറുകെ പിടിക്കണം. അത് കർത്താവ് സന്തോഷിക്കുന്ന കാര്യമാണ്. നിങ്ങൾ എൻ്റെ നാമം മുറുകെ പിടിച്ചിരിക്കുന്നു. അടുത്ത വാക്യം
നിങ്ങളുടെ ഇടയിൽ സാത്താൻ പാർക്കുന്നിടത്ത് തന്നെ എൻ്റെ സാക്ഷിയും വിശ്വസ്തനുമായ അന്തിപ്പാസിനെ കൊന്ന കാലത്ത് പോലും നീ എങ്കിലുള്ള വിശ്വാസം നിഷേധിച്ചിട്ടില്ല. നിങ്ങൾ എന്നെ മുറുകെ പിടിച്ചു, നിങ്ങൾ എങ്കിലുള്ള വിശ്വാസം നിഷേധിച്ചില്ല. വിശ്വാസം നിഷേധിക്കുന്നില്ല, എങ്കിലുള്ള വിശ്വാസങ്ങൾ നിഷേധിച്ചിട്ടില്ല. വിശ്വാസം, ക്രിസ്തുള്ള വിശ്വാസം, അടിയുറച്ച വിശ്വാസം ഉണ്ടായിരുന്നു. സഹോദരങ്ങളെ, ഒരു വിശ്വാസം ഉള്ളതുകൊണ്ടല്ലേ നിങ്ങളിന്ന് വന്നത്. അതുകൊണ്ടല്ലേ കർത്താവിൻ്റെ സ്നേഹം നിങ്ങളെ കൂട്ടിക്കൊണ്ട് വന്നത്. ഒരു വിശ്വാസം ഉള്ളതുകൊണ്ടല്ലേ നിങ്ങൾക്ക് ഈ വചനം കേൾക്കാൻ ഇടയാകുന്നത്. ഒരു വിശ്വാസം ഉള്ളതുകൊണ്ടല്ലേ എനിക്ക് എൻ്റെ കർത്താവിന് സാക്ഷിക്കാൻ ഇടയാകുന്നത്. ഒരു വിശ്വാസം, എങ്കിലുള്ള വിശ്വാസം നിങ്ങൾ മാറ്റിക്കളഞ്ഞിട്ടില്ല, വിട്ടുകളഞ്ഞിട്ടില്ല. എങ്കിലുള്ള വിശ്വാസം നിങ്ങൾ നിഷേധിച്ചില്ല. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ചിന്തിക്കൂ. നമുക്ക് ചിന്തിക്കാൻ വകയുണ്ടോ നിങ്ങൾ നോക്കൂ. വിശ്വാസം നിഷേധിക്കരുത്, ഒരിക്കലും ചെയ്യരുത്. എന്തെല്ലാം പരീക്ഷകൾ വന്നാലും, ഏതെല്ലാം പരിശോധനകൾ വന്നാലും നമ്മുടെ വിശ്വാസം നിഷേധിക്കരുത്. നമ്മുടെ ജീവിതത്തിൽ ഏതെല്ലാം പ്രയാസങ്ങളോ പ്രതിസന്ധികളോ പ്രശ്നങ്ങളോ വന്നാലും വിശ്വാസം നിഷേധിക്കരുത്. അപ്പോഴെല്ലാം മുറുകെ പിടിച്ചുകൊള്ളണം. കർത്താവേ, ഞാൻ നിൻ്റെ കാൽക്കൽ മുറുകെ പിടിച്ചിരിക്കുന്നു. നീ അല്ലാതെ എനിക്ക് വേറെ ആശ്രയമില്ല, എനിക്ക് വേറെ ഗതിയില്ല. കർത്താവേ, നീയാണ് എൻ്റെ ആശ്രയം. എനിക്കറിയാം, നിങ്ങൾ അനേകം പേര് രൂക്ഷമായ പ്രശ്നങ്ങളിൽപ്പെട്ട് വലയുന്നവരാണ്. അനേകം പ്രയാസങ്ങളിൽപ്പെട്ട് നിങ്ങൾ ഒടുലുന്നവരാണ്. കുടുംബത്തിൽ സമാധാനം ഇല്ലാത്തവർ അനേകം പേരുണ്ട്. ജീവിതം താറുമാറാക്കി കളഞ്ഞവർ അനേകം പേരുണ്ട്. ജീവിതത്തിൻ്റെ ഭാവിയെ കൂമ്പടഞ്ഞു പോകുവാൻ തക്കവണ്ണം നശിപ്പിച്ച് കളഞ്ഞവർ അനേകം പേരുണ്ട്. പ്രിയപ്പെട്ടവരെ, അതിന് മതഭേദമില്ല, സമുദായഭേദമില്ല, അതിന് ജാതി വ്യത്യാസമില്ല. എല്ലാവരും ഒരുപോലെ ആ ജീവിതത്തിൻ്റെ ശാശ്വത മൂല്യങ്ങൾ നഷ്ടപ്പെടുത്തി സനാതന മൂല്യങ്ങളെല്ലാം കളഞ്ഞുകുളിച്ച് ഇന്ന് ജീവിതം താറുമാറാക്കിക്കൊണ്ടിരിക്കുന്ന അനേകരുണ്ട്. ആ കൂട്ടത്തിൽ നാം ആയി പോകരുത്. നാം ഓരോരുത്തരും ക്രിസ്തുവിൻ്റെ പാദം മുറുകെ പിടിക്കണം. വിശ്വാസം മുറുകെ പിടിക്കണം. ക്രിസ്തുവിൻ്റെ പാദം മുറുകെ പിടിക്കണം. ഒരു കാരണവശാലും അവിശ്വാസം വരാൻ സമ്മതിക്കരുത്. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറയാറുണ്ടല്ലോ, നിങ്ങൾ ഈ വേദപുസ്തകം വായിക്കുക, മുറയ്ക്ക് വായിക്കുക, മനസ്സിലായില്ലെങ്കിലും വായിക്കുക. പലതും മനസ്സിലായില്ലെന്ന് വരും, സാരമില്ല. നിങ്ങളറിയില്ല ഈ അനുഭവം ലഭിക്കുന്നത്. നിങ്ങളൊന്നും ചെയ്തില്ല. നിങ്ങൾ വന്നിരുന്ന് ഹൃദയം തുറന്ന് വചനം കേട്ടേ ഉള്ളൂ. പക്ഷേ നിങ്ങളറിയാതെ തന്നെ ചിലതെല്ലാം നിങ്ങളുടെ ഉള്ളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അറിയാതെ തന്നെ നിങ്ങളുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ കാറ്റ് നിങ്ങളുടെ മേൽ വീശിക്കൊണ്ടിരിക്കുകയാണ്. ആ കാറ്റ് ഏൽക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ കുളിർമ കോരിയിടുകയാണ്, സന്തോഷം അണകവയുകയാണ്. നിങ്ങൾ സമാധാനത്തോടെ ദൈവത്തെ സ്തുതിക്കുകയാണ്. ആദ്യമൊന്നും കിട്ടിയെന്ന് വരികയില്ല, പേടിക്കണ്ട. ആദ്യമൊന്നും ഈ അനുഭവത്തിലേക്ക് വരാൻ പറ്റിയില്ലെന്ന് വരും, സാരമില്ല. പക്ഷേ നിങ്ങൾ തുടർന്ന് വന്നുകൊണ്ടിരിക്കുക, വചനം കേട്ടുകൊണ്ടിരിക്കുക, മുറയ്ക്ക് വചനം കേൾക്കുക. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അനുഭവമാകും ഈ ക്രിസ്തുവിൻ്റെ പാദം മുറുകെ പിടിക്കുക എന്ന് പറയുന്നത് എന്താണെന്ന്. അനേകം പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് എവിടെയെങ്കിലും പിടിക്കണ്ടേ? എവിടെ പിടിക്കാനുണ്ട്? ആരെ പിടിക്കാനുണ്ട്? ദൈവത്തിന് സ്തോത്രം. പിടിക്കുന്ന ആശ്രയസ്ഥാനങ്ങളിൽ ഇളകിപ്പോകും. എല്ലാം ഇളകിപ്പോകും. എവിടെയെല്ലാം പിടിച്ചുവോ അതെല്ലാം ഇളകിപ്പോകും. എല്ലാ കൊമ്പുകൾ ഒടിഞ്ഞു പോകും. കൊമ്പിൽ പിടിച്ചു നിൽക്കാൻ നോക്കി, പക്ഷേ ഇല്ല. ഒരവസരം വരുമ്പോൾ കൊമ്പ് ഒടിഞ്ഞു പോകുന്നു. പിടിക്കാൻ കൊള്ളാവുന്ന കൊമ്പൊന്നുമില്ല, പിടിക്കാൻ കൊള്ളാവുന്ന വേരൊന്നുമില്ല, പിടിക്കാൻ കൊള്ളാവുന്ന തടിയൊന്നുമില്ല. നമുക്ക് പിടിക്കാൻ കൊള്ളാവുന്ന ഒരാശ്രയസ്ഥാനം ക്രിസ്തു മാത്രം. ദൈവത്തിന് സ്തോത്രം. യേശു ക്രിസ്തു മാത്രം. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടല്ലേ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത്, ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നതെന്ന്. ക്രൂശിക്കപ്പെട്ടനായ ക്രിസ്തുവാണ് പ്രസംഗ വിഷയം. വേറൊന്നും പറയാനില്ല. അപ്പോസ്തലന് വേറൊന്നും പറയാനില്ല. പറയണമെങ്കിലോ നല്ല ജ്ഞാനമുള്ള ആളാണ് അപ്പോസ്തലൻ. അന്നത്തെ ഗ്രീക്ക് തത്വശാസ്ത്രം പഠിച്ച ആളാണ് പൗലോസ് ശ്ലീഹ. സോക്രട്ടീസിൻ്റെയും അരിസ്റ്റോട്ടലിൻ്റെയും പ്ലേറ്റോയുടെയും ഫിലോസഫി മുഴുവൻ പഠിച്ച് ഹൃദിസ്ഥമാക്കിയ ഒരു ജ്ഞാനിയായ മനുഷ്യനാണ് പൗലോസ് ശ്ലീഹ. ഗമാലിയേൽ എന്ന് പറയുന്ന ഒരു ആത്മീയ ഗുരുവിൻ്റെ കീഴിൽ നിന്ന് വചനം പഠിച്ചയാളാണ് പൗലോസ് ശ്ലീഹ. പക്ഷേ ആ എബ്രാഹിം യൂണിവേഴ്സിറ്റിയിലെ പഠനമെല്ലാം കഴിഞ്ഞു. പൗലോസ് ശ്ലീഹ അന്ന് ശൗലായിരുന്നു. ശൗൽ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ മതതീക്ഷ്ണതയോടെ പ്രവർത്തിച്ചു. യഹൂദന്മാരെ അവരെ പ്രീതിപ്പെടുത്താനായിട്ട് യഹൂദന്മാരിലൊരുവനായി സന്നിധി സംഘത്തിലെ ഒരു അംഗമായ പൗലോസ് ശ്ലീഹ ഇറങ്ങി പ്രവർത്തിച്ചു. എന്ത് പ്രവർത്തിച്ചു? ക്രിസ്തുവിന് വേണ്ടി ആത്മാക്കളെ നേടാൻ പ്രവർത്തിച്ചു. യൂറോപ്പ് സുവിശേഷീകരിക്കപ്പെട്ടു. അനേകം സ്ഥലങ്ങൾ സുവിശേഷം കണ്ടു യൂറോപ്പിൽ. ഞാൻ നിങ്ങൾ പറയട്ടെ, നിങ്ങളൊരാളെ കർത്താവിന് വേണ്ടി ജീവിതം വേർതിരിച്ചാൽ അനേകർ സുവിശേഷം വിശ്വസിക്കും. നിങ്ങളൊരാൾ ചെന്ന് ഒരാൾ വിളിച്ചാൽ അനേകർ സുവിശേഷം വിശ്വസിക്കാനിടയാകും. അവർ ആത്മാവ് രക്ഷപ്പെടും. നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? നിങ്ങൾക്ക് കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ദൈവത്തിന് സ്തോത്രം. കർത്താവിന് വേണ്ടി അധ്വാനിക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? കർത്താവിന് വേണ്ടി ഉറക്കളയ്ക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? ദൈവത്തിന് സ്തോത്രം. എൻ്റെ കർത്താവിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. അല്ല, ആരോഗ്യമുള്ള കാലത്ത്
ഞാൻ ബസ് സ്റ്റേഷനിൽ കിടന്നുറങ്ങിയിട്ടുണ്ട്. കൊട്ടാരക്കരയും തിരുവല്ലയിലും അങ്ങ് തൃശ്ശൂരും കോഴിക്കോട്ടും ബസ് സ്റ്റാൻഡുകളിൽ കിടന്നുറങ്ങിയിട്ടുണ്ട്. കൺവെൻഷന് പോയിട്ട് രാത്രി തിരികെ പോരും. ആ ബസ് സ്റ്റാൻഡിൽ നിന്ന് അടുത്ത ബസ് കിട്ടാൻ പിറ്റേ ബസ് രാവിലെ ഉള്ളൂ. അതുകൊണ്ട് രാവിലെ വരെ അവിടെ കിടന്നുറങ്ങും. പത്രം വിരിച്ച് കിടന്നുറങ്ങും. എൻ്റെ കയ്യിലുള്ള വേദപുസ്തകവും ബാഗും അത് ഞാൻ തലേണിയാണ്ട് വയ്ക്കും. ചെരുപ്പ് രണ്ട് ഊരിയിട്ടിട്ട് ആ ചെരുപ്പിൻ്റെ മീതെ എൻ്റെ കാല് വയ്ക്കും, ഞാൻ കൊണ്ടുപോകാതിരിക്കാൻ. പ്രിയപ്പെട്ടവരെ, ഞാൻ ആനന്ദത്തോടെ പറയട്ടെ, ആ കാലങ്ങളൊക്കെ ഈ കർത്താവ് അനുഗ്രഹിച്ചു തന്ന കാലങ്ങളായിരുന്നു. അന്നൊക്കെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി അധ്വാനിച്ചതെല്ലാം കർത്താവ് കണ്ടു. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഇന്ന് എനിക്ക് സമാധാനമുണ്ട്. ഇന്ന് രോഗം പെരുകുമ്പോഴും പ്രയാസങ്ങൾ വർദ്ധിക്കുമ്പോഴും വേദനകൾ വർദ്ധിക്കുമ്പോഴും എല്ലാം എൻ്റെ ഹൃദയത്തിൽ ആനന്ദം അലതല്ലുന്നു. ദൈവത്തിന് സ്തോത്രം. സമാധാനം. നിങ്ങൾക്ക് യേശുവിന് വേണോ? പ്രിയപ്പെട്ടവരെ, യേശുവിന് വേണോ? മുറുകെ പിടിക്കണം. യേശുവിനെ മുറുകെ പിടിക്കണം. വിട്ടുകളയരുത്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. യേശുവിനെ പിടിച്ചുകൊള്ളുക. അപ്പോസ്തലനായ പൗലോസ് തീമോഥെയോസിന്റെ 1-ാം ലേഖനത്തിൻ്റെ അവസാനത്തെ 6-ാം അധ്യായത്തിൽ പറയും, നീ മുറുകെ പിടിക്കുക എന്ന് പറയും. നീയോ ദൈവത്തിന് മനുഷ്യനായുള്ളവേ. വായിക്കാം. നീയോ ദൈവത്തിന് മനുഷ്യനായുള്ളവേ. നീയോ ദൈവത്തിന്റെ മനുഷ്യനായുള്ളവേ, അത് വിട്ടോടി, ദിവ്യാഗ്രഹം വിട്ടോടി, നീതി, ഭക്തി, വിശ്വാസം, സ്നേഹം, ക്ഷമ, സൗമ്യത എന്നിവയെ പിന്തുടരുക. വിശ്വാസത്തിന്റെ നല്ല പോർ പൊരുതുക. നല്ല പോരാട്ടം പോരാടുക. നിത്യജീവനെ പിടിച്ചുകൊള്ളുക. ഹോൾഡ് ഫാസ്റ്റ് ഇറ്റേണൽ ലൈഫ്. ദൈവത്തിൻ്റെ നിത്യജീവൻ, എവർ ലാസ്റ്റിംഗ് ലൈഫ്. നിത്യജീവനെ പിടിച്ചുകൊള്ളുക. നിത്യജീവനെ പിടിക്കണം. അതാണ് ലക്ഷ്യം. സഹോദരങ്ങളെ, നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? നിത്യജീവൻ, മരിച്ചാലും തീരാത്ത ജീവൻ, ശവക്കുഴിയിൽ തീരാത്ത ജീവിതം, മരണത്തിന് അമർത്തിക്കളയാൻ കഴിയാത്ത ഒരു ജീവിതം, ശവക്കുഴിക്ക് അപ്പുറവും നിലനിൽക്കുന്ന ജീവിതം. ദൈവത്തിന് സ്തോത്രം. യേശുവിനെ നിങ്ങൾക്ക് മുറുകെ പിടിക്കാൻ താല്പര്യമുണ്ടോ? യേശുവിനെ നിങ്ങൾക്ക് വിളിക്കാൻ ആഗ്രഹമുണ്ടോ? യേശുവിനോട് നിങ്ങളുടെ ഹൃദയം തുറന്ന് പറയാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? യേശുവിനെ നിങ്ങളുടെ ജീവിതം വേർതിരിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ദൈവത്തിന് സ്തോത്രം. മുഴുവൻ വിട്ടുകൊടുക്കുക യേശുവിൻ്റെ കരങ്ങളിലേക്ക്. ഭാവി ഏൽപ്പിച്ചു കൊടുക്കുക. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, അങ്ങനെ ഭാവി ഏൽപ്പിച്ചു കൊടുത്ത അനേകം പേര് ഇവിടെ ഇരിക്കുന്നുണ്ട്. എനിക്കറിയാം. യേശുവിന് വേണ്ടി ജീവിതം വിട്ടുകൊടുത്ത അനേകം പേരുണ്ട്. ഒരാളല്ല, അനേകം പേര്. അതിലൊരാളായി നിങ്ങൾക്ക് മാറരുതോ? ക്രിസ്തുവിന് വേണ്ടി ജീവിതം വിട്ടുകൊടുക്കാമോ? ഏൽപ്പിച്ചു കൊടുക്കാമോ? ക്രിസ്തുവിൻ്റെ കരം പരിശുദ്ധകരമാണ്. ക്രിസ്തുവിൻ്റെ കരം വിശുദ്ധകരമാണ്. ആ വിശുദ്ധമായ കരത്തിൽ എൻ്റെ ഈ അശുദ്ധമായ കൈ കൊണ്ട് പിടിക്കാൻ പാടില്ല. ഈ കൈ അശുദ്ധമാണ്. ഈ കൈ അരുതാത്ത എഴുതിയിട്ടുള്ള കൈയാണ്. ഈ കൈ അരുതാത്ത ഇടത്തേക്ക് ഒപ്പിട്ട കൈയാണ്. എൻ്റെ കർത്താവേ, പാടില്ലാത്ത ഇടത്ത് ഞാൻ ഒപ്പിട്ട് പോയി. ദൈവത്തിന് സ്തോത്രം. അത് ചിലരുടെ പ്രൊമോഷൻ തടഞ്ഞു പോയ കൈയാണ്. കർത്താവേ, ഈ കൈ അനുഗ്രഹിക്കുന്ന കരം ആകേണ്ടതായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അനുഗ്രഹിക്കേണ്ട കരം, അനേകർക്ക് പ്രൊമോഷൻ കിട്ടാൻ ഉതകേണ്ടതായ കരം. ഈ കരം കൊണ്ട് ഒപ്പിട്ടത് മറ്റുള്ളവർക്ക് പ്രയോജനപ്രദമായി തീരണം. നമുക്ക് ഇന്നുള്ള അധികാരവും ഇന്നുള്ള സാഹചര്യവും വെച്ചുകൊണ്ട് കഴിയുന്നിടത്തോളം ഉപകാരം ചെയ്യാനുള്ള കൈയാണിത്. കഴിയുന്നിടത്തോളം മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുക, സാധിക്കുന്നിടത്തോളം ഉപകാരം ചെയ്യുക. അനേകരെ ഏതെങ്കിലും വിധത്തിൽ രക്ഷിക്കാൻ നോക്കുക. ഏതെങ്കിലും വിധത്തിൽ ഉപദേശം കൊണ്ടോ സഹായം കൊണ്ടോ ഏതെങ്കിലും വിധത്തിൽ അനേകം രക്ഷിക്കാൻ നോക്കുക. പ്രിയപ്പെട്ടവരെ, എൻ്റെ കൈ മാത്രമല്ല, എൻ്റെ ഈ ശരീരം യേശുക്രിസ്തുവിൻ്റെ ആ തിരുശരീരത്തോടാൻ പറ്റിയ ശരീരമല്ല. ഇത് അഴുക്ക് പറ്റിയ ശരീരമാണ്. ഇത് അഴുക്ക് പറ്റിയ വസ്ത്രമാണ്. എൻ്റെ കർത്താവേ, ഈ വസ്ത്രത്തിൽ അഹങ്കാരമുണ്ട്, ഈ വസ്ത്രത്തിൽ തിന്മയുണ്ട്, ഈ വസ്ത്രത്തിൽ സ്വാർത്ഥതയുണ്ട്, എൻ്റെ ഈ വസ്ത്രത്തിൽ ദ്രവ്യാഗ്രഹമുണ്ട്. കർത്താവേ, എൻ്റെ ഈ വസ്ത്രത്തിൽ എല്ലാ തിന്മയുമുണ്ട്. ഈ വസ്ത്രം കർത്താവേ നീ മാറ്റി എനിക്ക് പുതിയ വസ്ത്രം തരണമേ. ഒരു പുതിയ വസ്ത്രം തരണമേ. നിൻ്റെ വസ്ത്രം ധരിപ്പിക്കണമേ. ദൈവത്തിന് സ്തോത്രം. ഇന്നത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ആശയുണ്ടോ നിങ്ങളുടെ ഈ പഴയ വസ്ത്രം മാറ്റാൻ? ഷർട്ട് മാറുന്ന കാര്യമല്ല ഈ പറഞ്ഞത്. ജീവിതം, പഴയ വസ്ത്രം മാറ്റാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? പഴയ കോപശീലം മാറ്റാൻ ആഗ്രഹമുണ്ടോ? ദുശ്ശാഠ്യം മാറ്റാൻ ആഗ്രഹമുണ്ടോ? വാശിയും പിണക്കവും മാറ്റാൻ ആഗ്രഹമുണ്ടോ? നിങ്ങളുടെ ഹൃദയത്തിൽ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ കാണുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ പിടയ്ക്കുന്നത്, അസഹിഷ്ണുവായി തീരുന്നത് മാറ്റാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ആ അസഹിഷ്ണുത മാറ്റുക. ഇൻടോളറൻസ് മാറ്റുക. അസഹിഷ്ണുത മാറ്റുക. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? പ്രിയപ്പെട്ടവരെ, ഇത് മാറ്റിയിട്ട് ഒരു പുതിയ വസ്ത്രം നിങ്ങൾ ധരിപ്പിക്കും. വേണമെങ്കിൽ ധരിപ്പിക്കും. സ്തോത്രം. മുടിയുമ്പുത്രം തിരിച്ചു വന്നപ്പോൾ അവൻ്റെ വസ്ത്രം മാറ്റി അവനെ പുതിയ അങ്കി ധരിപ്പിച്ചു. മേൽത്തരം വസ്ത്രം ധരിപ്പിച്ചു. ആ ധൂർത്തപുത്രം മടങ്ങി വന്നപ്പോൾ അവൻ്റെ കാലിന് ചെരുപ്പിടിവിച്ചു. അവൻ്റെ കൈക്ക് ഭാഗമായി പണിതിരുന്ന മോതിരം ഇടിവിച്ചു. മടങ്ങി വന്നാൽ, സ്തോത്രം, ഇന്ന് നീ മടങ്ങി വന്നാൽ
കർത്താവ് നിന്നെ പുതിയ വസ്ത്രം ധരിപ്പിക്കും. നിനക്ക് പുത്രസ്വീകാരത്തിന് മുദ്രയുള്ള പുതിയ മോതിരം ധരിപ്പിക്കും. സ്തോത്രം. നിന്റെ തലയിൽ വെടിപ്പുള്ള ഒരു മുടി വെച്ച് തരും. ഒരു കിരീടം നിനക്ക് മെടഞ്ഞു തരും. ദൈവത്തിന് സ്തോത്രം. എൻ്റെ സഹോദരങ്ങളെ, നിങ്ങൾ കേൾക്കുന്ന സ്വപ്നം കാണുന്ന പോലെ കേൾക്കുകയാണോ? ഇതൊക്കെ സംഭവം സത്യമാണ് പ്രിയരെ. ദൈവത്തിന് സ്തോത്രം. സത്യമാണ്. ഈ മഹാഭാഗ്യം നമുക്ക് കിട്ടും. ഈ ഇരിക്കുന്ന പിഞ്ചു കുഞ്ഞുങ്ങളുണ്ടല്ലോ, ഈ കുഞ്ഞുങ്ങളൊക്കെ ഓർക്കണം, നിങ്ങളും വിശ്വസിക്കണം. ഞാൻ ഇന്ന് എൻ്റെ ജീവിതം കർത്താവിന് കൊടുത്താൽ എൻ്റെ തലയിൽ വെടിപ്പുള്ള ഒരു മുടി കൊണ്ടുവന്ന് വയ്ക്കും. എനിക്കൊരു പുതിയ വസ്ത്രം കർത്താവ് തരും. ആ പുതിയ വസ്ത്രം ചെളി പറ്റാത്ത വസ്ത്രമാണ്. അത് അഴുക്ക് പറ്റാത്ത വസ്ത്രമാണ്. ഈ വസ്ത്രം ഇട്ടുകൊണ്ട് വേണം നിങ്ങൾ ഓരോ രംഗത്ത് പോയി നിൽക്കേണ്ടത്. നിങ്ങൾ കടയിൽ പോകൂ, അവിടെ ഈ വസ്ത്രം ഇട്ടുകൊണ്ടാണ് പോകുന്നത്. നിങ്ങൾ കൂട്ടുകാരുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണോ, അവിടെ ഈ വസ്ത്രം ഇട്ടുകൊണ്ട് നിൽക്കണം. വരുതാത്ത വാക്കുകൾ വരികയില്ല, വരുതാത്ത കൂട്ടുകെട്ട് വരികയില്ല, വരുതാത്ത തിന്മയുടെ വശങ്ങളിലേക്ക് തിരിയുകയില്ല, ഒരിക്കലും പിണക്കം വരികയില്ല, വാശി വരികയില്ല, വഴക്ക് വരികയില്ല. ഈ വസ്ത്രം പുതിയൊരു വസ്ത്രം. ദൈവത്തിന് സ്തോത്രം. പുതിയൊരു മേലങ്കി നിങ്ങൾ ധരിപ്പിക്കും. സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അനേകം കാര്യങ്ങൾ പറയാൻ തോന്നുന്നല്ലോ. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ പറയട്ടെ, കർത്താവിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ഈ വാക്കുകളെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ കർത്താവിനോട് പറയണം, കർത്താവേ, ഇതാ ഇവിടെ പാവിയായ ഒരു മനുഷ്യരിക്കുന്നു, വസ്ത്രം പഴകിപ്പോയ ഒരു മനുഷ്യരിക്കുന്നു, പലതും പിഞ്ഞി ചീന്തിപ്പോയ വസ്ത്രമാണ് കർത്താവേ, നഗ്നത മറയ്ക്കാൻ പറ്റാത്ത വസ്ത്രമാണ് കർത്താവേ, ദൈവമേ മുഷിഞ്ഞു പോയ വസ്ത്രമാണ് കർത്താവേ, അഴുക്ക് പറ്റിയ വസ്ത്രമാണ് കർത്താവേ, ഈ ജീവിത വസ്ത്രം കർത്താവേ. ഈ ആയിരിക്കുന്ന പ്രകാരം ഞാൻ ഇതാ തിരുമുമ്പാകെ വരുന്നു. ആ കുരിശടിയിലേക്ക് ഞാനിതാ വരുന്നു. ആ ജയമുള്ള ശ്രീപായുടെ ചുവട്ടിലേക്ക് ഞാനിതാ വരുന്നു. യേശുവേ, നിൻ്റെ ആണിപ്പാടുള്ള കരം ഒന്ന് നീട്ടി എന്നെ ഒന്ന് തൊടണമേ കർത്താവേ. എനിക്ക് നിന്നെ തൊടാൻ അർഹതയില്ല. നിൻ്റെ ആ പരിശുദ്ധ കരം എന്നെ തൊടണമേ. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ മാറ്റം വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ കർത്താവേ, ആ തൃക്കരനെ തൊട്ട എന്നെ ഒന്ന് വിശുദ്ധീകരിക്കണമേ കർത്താവേ. എന്നെ നീ കഴുകി വെടിപ്പാക്കണമേ. നിൻ്റെ കൈത്തലങ്ങളിലുള്ള തിരക്തം എന്നെ തൊടണമേ കർത്താവേ. യേശു ക്രിസ്തുവിൻ്റെ രക്തം സകല പാവമൊക്കെ ശുദ്ധീകരിക്കുന്ന ഞാൻ വിശ്വസിക്കുന്നു. സ്തോത്രം. എൻ്റെ സഹോദരീ സഹോദരങ്ങളെ, ഇത് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ രോഗങ്ങൾ പറന്നു പോകും. സ്തോത്രം. നിങ്ങളുടെ ഹൃദയത്തിലെ എല്ലാ അഹങ്കാരവും മാറിപ്പോകും. നിങ്ങൾ മനസ്സിലുള്ളതായ നികളവും അസൂയയും മാറിപ്പോകും. ഹൃദയത്തിലുള്ളതായ എല്ലാ അഹംഭാവവും മാറിയിട്ട് നിങ്ങൾ ശാന്തതയുള്ളവരായിത്തീരും. നിങ്ങൾ വിനയമുള്ളവരായിത്തീരും. വലിയൊരു മാറ്റം നിങ്ങൾക്ക് വരും. എളിമയുടെ വസ്ത്രം നിങ്ങൾ ധരിക്കും. സൗമ്യതയുടെ വസ്ത്രം നിങ്ങൾ ധരിക്കും. സ്നേഹത്തിൻ്റെ വസ്ത്രം നിങ്ങൾ ധരിക്കും. വസ്ത്രം, സ്നേഹത്തിൻ്റെ വസ്ത്രം. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. നിങ്ങളുടെ വീട് സ്വർഗ്ഗമായി മാറും. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. വീട് സ്വർഗ്ഗമായി തീരുന്ന മഹാഭാഗ്യം നിങ്ങൾക്ക് വേണമോ പ്രിയപ്പെട്ടവരെ? ഇന്ന് വീട് സ്വർഗ്ഗമായി തീരുക, കുടുംബം സ്വർഗ്ഗമായി തീരുക. എല്ലാവരും ഏകോപിച്ച് ഒരു മനസ്സായി പ്രാർത്ഥിക്കുന്നവരും ഒരു മനസ്സായി ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരുമായി തീരുക. ദൈവത്തിന് സ്തോത്രം. ഇതെല്ലാം സ്വപ്നം കണ്ടാൽ പോരാ, ഇതിൽ ആക്കേണ്ടിയിരിക്കുന്നു. എൻ്റെ കുടുംബം സ്വസ്ഥതയുള്ള കുടുംബമായി തീരണം. എൻ്റെ കുടുംബം ഞാനും എൻ്റെ ഭർത്താവും, ഞാനും എൻ്റെ ഭാര്യയും, ഞാനും എൻ്റെ മക്കളും, ഞാനും എൻ്റെ മാതാപിതാക്കളും ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കുന്നൊരു കുടുംബമായി തീരണം. ദൈവത്തെ സ്തുതിക്കുന്ന കുടുംബം. ദൈവത്തിന് സ്തോത്രം. ദൈവത്തെ ആരാധിക്കുന്നൊരു കുടുംബമായി തീരണം. കർത്താവേ, ഞാൻ നിൻ്റെ നാമം മുറുകെ പിടിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. കർത്താവേ, നിങ്ങളുടെ വിശ്വാസം ഞാൻ നിഷേധിക്കുകയില്ല. മരണത്തോളം ഞാൻ വിശ്വസ്തയോടെ നിൽക്കും. കർത്താവേ, ആരെല്ലാം പിന്മാറിപ്പോയാലും എൻ്റെ കർത്താവേ, ഞാൻ നിന്നിട്ട് പിന്മാറുകയില്ല. നിങ്ങൾ ഉറപ്പ് കൊടുക്കൂ. ദൈവത്തിന് സ്തോത്രം. ഞാൻ നിന്നെ വിട്ട് മാറുകയില്ല. എനിക്ക് ഈ ലോകത്ത് ഇനി ശേഷിക്കുന്ന ആയുസ് എൻ്റെ യേശുവിന് വേണ്ടി എരിഞ്ഞു തീർന്നാൽ മതി കർത്താവേ. യേശുവിന് വേണ്ടി കത്തിത്തീർന്നാൽ മതി കർത്താവേ. മെഴുതിരി കത്തിത്തീർന്നു പോലെ എൻ്റെ ആയുസ് ഈ ഭൂമിയിൽ കത്തി തീരണം കർത്താവേ. അതാണ് എൻ്റെ ആഗ്രഹം കർത്താവേ, അതാണ് എൻ്റെ പ്രാർത്ഥന കർത്താവേ. അനേകർക്ക് വെളിച്ചം കൊടുത്തുകൊണ്ട് ഈ മെഴുതിരി കത്തി തീരട്ടെ. ദൈവത്തിന് സ്തോത്രം. ആയുസ് തീരുമ്പോൾ കർത്താവെ, ജീവിച്ച കാലമെല്ലാം മെഴുകുതിരി കത്തി തീർന്നുകൊണ്ടിരിക്കുകയായിരുന്നു, പരിസരങ്ങളിൽ വെളിച്ചം എതിരിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്ന് സമാധാനത്തോടെ കടന്നു പോകാൻ എനിക്ക് നീ ഭാഗ്യം തരണമേ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, നിങ്ങൾ പ്രാർത്ഥിക്കുമോ? ഇപ്പോൾ ദൈവകരങ്ങളിലേക്ക് നിങ്ങൾ ഏൽപ്പിക്കുമോ? നിങ്ങൾ ദൈവത്തോട് നിങ്ങൾ വാക്ക് പറയുമോ? ഇപ്പോൾ നിങ്ങളുടെ ജീവിതം ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുമോ? ദൈവത്തിന് സ്തോത്രം. ആണിപ്പാടുള്ള കരം നീട്ടിക്കൊണ്ട് നിങ്ങളുടെ മുമ്പിൽ കർത്താവ് നിൽക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ തൃക്കരം, എൻ്റെ ആണിപ്പാടുള്ള കരം, തൃക്കരം, രക്തം പുരണ്ട കരം നിങ്ങളുടെ നേരെ നീട്ടിക്കൊണ്ട് നിൽക്കുകയാണ്. ആ കരത്തിലേക്ക് നിങ്ങളുടെ ഭാവിയെ നിങ്ങൾ വെച്ചു കൊടുക്കുവീൻ. നിങ്ങളുടെ ദേഹവും ആത്മാവും നിങ്ങൾ വെച്ചു കൊടുക്കുവീൻ. നിങ്ങളുടെ ആഗ്രഹങ്ങളും നിങ്ങളുടെ താല്പര്യങ്ങളും നിങ്ങൾ വെച്ചു കൊടുക്കുവീൻ. നിങ്ങളുടെ പരാജയങ്ങളും നിങ്ങളുടെ തോൽവികളും വെച്ചു കൊടുക്കുവീൻ. നിങ്ങൾ തോറ്റതായ കാര്യങ്ങളെല്ലാം അവൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുവീൻ. തോറ്റ വിഷയങ്ങൾ, തോറ്റ കാര്യങ്ങൾ, തോൽവി അടഞ്ഞതായ രംഗങ്ങൾ എല്ലാം ഏൽപ്പിച്ചു കൊടുക്കുവീൻ. തോൽവി ജയമാക്കി മാറ്റിത്തരാൻ യേശു പിതാവ് നിൽക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇതുവരെ തോൽവി അടഞ്ഞ ജീവിതം ജയമുള്ള ജീവിതമാക്കാൻ കർത്താവ് നിൽക്കുന്നു. ഇതുവരെ പരാജയപ്പെട്ട ജീവിതം സന്തോഷ സമൃദ്ധിയുള്ള ജീവിതമാക്കി മാറ്റാൻ യേശു ക്രിസ്തു നിൽക്കുന്നു. അവൻ്റെ തിരക്തമൻ്റെ കരം നിങ്ങളുടെ നേരെ നീട്ടിയിരിക്കുന്നു. ആരവരുടെ കയ്യിലേക്ക് നിങ്ങളുടെ ജീവിതം വെച്ച് കൊടുക്കും. അവൻ്റെ കരങ്ങളിലേക്ക് നിങ്ങളുടെ ഭാവി ഏൽപ്പിച്ചു കൊടുക്കും. യേശു പിതാവ് നിൽക്കുന്നു.
ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ വിശ്വസിക്കൂ, നിങ്ങൾ സമർപ്പിക്കൂ, കർത്താവിനെ നിങ്ങൾ പ്രാർത്ഥിക്കൂ. നാഥ, ഇത്രയും കാലം ഞാൻ ഒന്നും അറിയാത്തതിനെ പോലെ ഞാൻ ജീവിച്ചു, ഞാൻ പാപിയായി ജീവിച്ചു. കർത്താവേ, പാവം എന്താണെന്ന് പോലും അറിയാതെ ഞാൻ ജീവിച്ചു. എൻ്റെ ജീവിതം നശിക്കുകയാണെന്ന് ഞാൻ അറിഞ്ഞില്ല. കർത്താവേ, ഞാൻ പിശാചിന് ഇടം കൊടുത്തിരിക്കുകയാണെന്ന് ഞാൻ അറിഞ്ഞില്ല. സാത്താൻ എൻ്റെ ഹൃദയത്തിൽ വാഴുകയാണെന്ന് ഞാൻ അറിഞ്ഞില്ല. കർത്താവേ, ഇന്നു മുതൽ എൻ്റെ ദൈവമേ, ഞാൻ നിന്നെ നാം മുറുകെ പിടിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. വിശുദ്ധി കാക്കുവാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു. വിശ്വാസത്തിൽ അടിയുറച്ച് നിൽക്കാൻ ഞാൻ തീരുമാനിക്കുന്നു. ഇന്നിതാ എൻ്റെ ഈ നിസ്സാര ജീവിതം അവിടുത്തെ നിൻ്റെ അത്ഭുത കരങ്ങളിലേക്ക് ഞാനിതാ പരമേൽപ്പിക്കുകയാണ്. കർത്താവേ, എന്നെ നീ കൈക്കൊള്ളണമേ, എന്നെ നീ സ്വീകരിക്കണമേ, എന്നോട് നീ മനസ്സലിയണമേ, എൻ്റെ പാപങ്ങൾ പോക്കണമേ, എൻ്റെ പാപങ്ങൾ ക്ഷമിക്കണമേ, പുതുജീവിതം തരണമേ, പുതിയ അനുഭവം തരണമേ. എന്നെ കരുണയുള്ള കർത്താവേ, ഇന്ന് നീ എൻ്റെ പ്രാർത്ഥന കേട്ട് എന്നെ അനുഗ്രഹിക്കണമേ. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ പ്രാർത്ഥിച്ചവർ മാത്രം തങ്ങളുടെ കരങ്ങളെ ഉയർത്തൂ. ദൈവത്തിന് സ്തോത്രം. യേശുവിൻ്റെ കരങ്ങളിലേക്ക് കരങ്ങൾ വെച്ച് കൊടുക്കൂ. ദൈവത്തിന് സ്തോത്രം. യേശുവിൻ്റെ വാക്ക് പറഞ്ഞു എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം യേശുവിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങൾ കരങ്ങൾ വെച്ച് കൊടുക്കൂ. യേശുവിൻ്റെ കരങ്ങളിൽ നിങ്ങളുടെ ഭാവി ഏൽപ്പിച്ചു കൊടുക്കൂ. സംശയിക്കേണ്ട പ്രിയപ്പെട്ടവരെ, ഇരുകരവും നിങ്ങൾക്ക് ഉയർത്തിപ്പിടിക്കാം. ദൈവത്തിന് സ്തോത്രം. ക്രിസ്തുവിൻ്റെ പാദത്തിലേക്കാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്കാണ് നിങ്ങളുടെ ഭാവി ഏൽപ്പിച്ചു കൊടുക്കുന്നത്. ക്രിസ്തുവിനോട് നിങ്ങൾ പറയുക, യേശുവേ, ഞാൻ പാപിയായ ഒരു മനുഷ്യൻ, എന്നാൽ ഇന്നു മുതൽ ഞാൻ വിശുദ്ധനായി ജീവിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവനുള്ള ദൈവമേ, കരുണയുള്ള കർത്താവേ, അവിടെ ഞങ്ങളുടെ കൂടെ ഉള്ളതിനായി നന്ദിയുടെ സ്തോത്രം. അപ്പോൾ അവിടുന്ന് ഉള്ളു തുറന്ന് നിങ്ങളോട് പറഞ്ഞ വാക്കുകൾക്കായി നന്ദിയുടെ സ്തോത്രം. അവിടുത്തെ മഹത്വമേറിയ തിരുവചനങ്ങൾക്കായി നന്ദിയുടെ സ്തോത്രം. അവിടുത്തെ പ്രിയജനമായി ഞങ്ങളെ ഇവിടെ കണ്ടെടുത്തതിനായി നന്ദിയുടെ സ്തോത്രം. അവിടുത്തെ പ്രിയമക്കളായി ഞങ്ങളോട് സ്വീകരിച്ചതിനായി നന്ദിയുടെ സ്തോത്രം. എല്ലാവരെയും അനുഗ്രഹിക്കണമേ കർത്താവേ. എല്ലാവരുടെ മേലും തർക്കരം വെക്കണമേ കർത്താവേ. എല്ലാവരെയും വാഴ്ത്തണമേ കർത്താവേ. അവിടുത്തെ രണ്ടാമത്തെ വരയിൽ പറന്നു വരുന്ന വിശുദ്ധന്മാരെ നിലനിൽപ്പാൻ ഈ ദിനമക്കളെ എല്ലാവരെയും ഒരുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ മഹത്വപൂർണ്ണമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമീൻ.